തിരുവനന്തപുരത്ത് നടക്കുന്ന അന്താരാഷ്ട്ര മുരുക ഭക്ത മഹാസംഗമത്തിൽ ഇപ്പോൾ മുൻ DGP TP സെൻകുമാർ സംസാരിക്കുന്നു. തത്സമയം വളരെ നല്ലതാണ്. ഇതിന് ഏറ്റവും വിഷമം ആർക്കാണെന്നറിയോ? നമ്മൾ സുഡാപ്പികൾ എന്നൊക്കെ പറയുന്ന അവരാണ് ഇതേപ്പറ്റി വിഷമം പറയുന്നത്. ഹിന്ദുക്കളെല്ലാം തിരിച്ച് ഹിന്ദുത്വത്തിലേക്ക് പോകുന്നു, അത് തടയണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയായിരുന്നു ഇവരോട്, നമ്മൾ ശിവ താണ്ഡവ സ്തോത്രങ്ങൾ കൂടി അതിനുകൂടി സംഘടിപ്പിക്കണം. അങ്ങനെയാണ് ഒരു സ്തോത്രം ഇവരിട്ടത്. അതും ജനങ്ങളെ ആകർഷിക്കുന്നതും ത്രസിപ്പിക്കുന്നതുമാണ്, യുവജനതയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഏതായാലും ഈ മുരുക സംഗമത്തോടനുബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അസുര ചക്രവർത്തിയായിരുന്ന അസുരേന്ദ്രനും മംഗളകേശിയിലും ഉണ്ടായ മകളാണ് മായ. മായയ്ക്ക് മായാശക്തി അധികം കൂടുതലായിരുന്നുകൊണ്ട് മായയോട് അന്നത്തെ അവരുടെ ശുക്രാചാര്യൻ പറഞ്ഞു, നീ എന്ത് ചെയ്യണം? നീ കശ്യപ മഹർഷിയെ മായാവലയത്തിൽപ്പെടുത്തി അതിൽ ജനിക്കുന്ന കുട്ടികളെ കൊണ്ട് അസുര കുട്ടികളാക്കി വളർത്തി ദേവന്മാരെ കീഴടക്കണം. അങ്ങനെ തപസ്സനുഷ്ഠിക്കുന്ന കശ്യപ മഹർഷിയെ മായ തൻ്റെ മായാജാലത്തിൽ വരുത്തുകയും അവരുടെ സംഗമം മൂലം കോടിക്കണക്കിനായിട്ടുള്ള അസുരഗണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അതിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേരാണ് താരകാസുരനും ശൂര പത്മാസുരനും. അവർ പിന്നീട് തപസ് ചെയ്ത് വലിയ വരങ്ങൾ നേടി ശൂരപത്മാസുരൻ ദേവന്മാരെ എല്ലാം കീഴടക്കി. എന്തിനെ പറയുന്നു? മഹാവിഷ്ണുവിനെ പോലും തോൽപ്പിച്ച് അങ്ങനെ ഭരണം നടത്തുന്ന സമയത്താണ് ദേവന്മാർ ശിവഭഗവാനോട് പറയുന്നത്, ഇതിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണം. അങ്ങനെ രക്ഷിക്കണമെങ്കിൽ എന്തു വേണം? അതിന് ശിവനും പാർവതിക്കും കൂടി ഒരു കുഞ്ഞ് ജനിക്കണം. അങ്ങനെയാണ് നമ്മൾ കുമാരസംഭവം എന്നൊക്കെ പറയുന്ന രീതിയിൽ ശിവനെ തപസ് ചെയ്ത് പാർവതി ദേവി അവസാനം ആ വിവാഹം നടക്കുന്നതും പിന്നീട് എന്നാൽ പോലും കുമാരൻ അങ്ങനെ ജനിച്ചതല്ല, കുമാര സംഭവം ഉണ്ടാകുന്നതും. ഇതോടൊപ്പം അതൊരു ശരവണ പൊയ്കയിലാണ് കുമാരൻ ജനിക്കുന്നതെന്ന് നമുക്ക് എപ്പോഴും പറയാൻ വയ്യ. അപ്പം അതുകൊണ്ട് അവിടെ ദേവന്മാരുടെയും മഹാവിഷ്ണുവിൻ്റെയും ആജ്ഞയനുസരിച്ച് കാർത്തിക മംഗമാർ ആ കുഞ്ഞിനെ പരിലാളിച്ചു. അതേസമയം അതിനു മുമ്പായിട്ട് പരാശര മഹർഷിയുടെ പുത്രന്മാർ ഈ ശരവണപ്പൊയ്കയിൽ കുളിക്കുന്ന സമയത്തെക്കുറിച്ച് മത്സ്യങ്ങൾ അത് ചത്തുപോകാനിടയായി. ഇതറിഞ്ഞ പരാശര മുനി മക്കളാണെങ്കിലും അവരെ ശപിച്ചു, നിങ്ങൾ മത്സ്യങ്ങളായി പോകട്ടെ എന്നാണ് ശാപം.